ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടുള്ള അതല്ലെങ്കിൽ കഴിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. 3 കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി ടിപ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴിയാറായിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കഴിഞ്ഞ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി വരണം കേട്ടോ. ഏറ്റവും അവസാനത്ത് നിന്ന് ഇതുപോലെയാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഇത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഉപയോഗമുണ്ട് നമ്മുടെ വീട്ടിൽ. ഡോറിനൊക്കെ നല്ലൊരു കിടിലൻ സ്റ്റോപ്പറായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിത് ആ ഡോറിന് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഡോറ് തള്ളിക്കഴിഞ്ഞാലും ഇതിലപ്പുറം പോവില്ല കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ ഇനി കഴിയാറായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോപ്പറായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഞാനൊരു കുഞ്ഞ് പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടുള്ള പേസ്റ്റിൻ്റെ കവർ ഓരോന്നായിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല കട്ട് ചെയ്ത ഭാഗത്തുള്ള പേസ്റ്റ് മുഴുവൻ കൈവച്ചിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റ് കവറിനുള്ളിലുള്ള പേസ്റ്റ് മുഴുവൻ ഞാൻ ആ ഒരു വെള്ളത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ നെക്ക് പോർഷനിലൊക്കെ നല്ലപോലെ പേസ്റ്റിൻ്റെ അംശം ഉണ്ടാവും. ഈ ഒരു ഭാഗം വെച്ചിട്ടൊക്കെ ഒട്ടനവധി യൂസേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ പേസ്റ്റിൻ്റെ ഇത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഒരുപാട് ഓടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചാനലിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ 2 പേസ്റ്റിൻ്റെ കവറും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. 3ാമത്തെ പേസ്റ്റിൻ്റെ കവർ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊക്കെ പെട്ടെന്ന് അതിനുള്ളിൽ കൊഴുപ്പ് വരിക, അതല്ലെങ്കിൽ എടുക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഞാനിനി കാണിക്കുന്നത്. അപ്പോൾ ഞാനിതാ എടുത്തിട്ടുള്ളത് ഒരു പേസ്റ്റിൻ്റെ കവർ തന്നെയാണ്. കട്ട് ചെയ്തിട്ടുള്ള പേസ്റ്റിൻ്റെ കവറാണ്. അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഈ ഒരു ബോട്ടിലിനുള്ളിലേക്ക് കുറേശ്ശെ കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാത്ത ബോട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ബാഡ് സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനാണ് ഇതുപോലെ പേസ്റ്റിൻ്റെ കവറിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഗുളികയുടെ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഞാനിതാ ഈ ഒരു ബോട്ടിലിനുള്ളിലേക്ക് ഇത്രയും പേസ്റ്റിൻ്റെ കവറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ നമ്മൾ പേസ്റ്റ് കവർ ക്ലീൻ ചെയ്തല്ലോ, ആ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ലിഡ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതേപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബോട്ടിലിനുള്ളിലുള്ള വഴുവഴുപ്പും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോന്ന് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് ബോട്ടിലായാലും ക്ലീൻ ആക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് നല്ലപോലെ ഷെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള വെള്ളം ഒന്ന് ഒഴിവാക്കി വരാം. വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബോട്ടിൽ നല്ല പോലെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഞാൻ 2 ബ്രഷ് എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ വിരുന്നൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ബ്രഷും കൂടെ കൊണ്ടുപോകാറുണ്ട്. ഒരു ബ്രഷ് ഒന്നും തൊടാത്ത രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ്. അതിനായിട്ട് ഞാനിതാ 2 പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി അതിനുള്ളിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലേക്ക് ഒരു ബ്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ കവറിൻ്റെ ഉള്ളിലേക്ക് 2ാമത്തെ ബ്രഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഊരിപ്പോരുന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ ഇതേ രീതിയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നൊന്നുമേ തൊടാത്ത രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ ഞാനിതുപോലെ കീപ്പ് ചെയ്തതിന് ശേഷം ഹാൻഡ് ബാഗിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് കുഞ്ഞു പീസുകളാക്കിയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ വെള്ളത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് കൈ വെച്ചിട്ട് ഞാൻ അതിനുള്ളിലുള്ള പേസ്റ്റ് എല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കളഞ്ഞത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പീസും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു പേസ്റ്റിൻ്റെ മിശ്രിതം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മുടെ കിച്ചണ്, കൗണ്ടർ ടോപ്പ്, ഗ്യാസ് ടോപ്പ്, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിന് പുറകുവശത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ടൈലുകൾ, ഊൺമേശ എല്ലാതും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് പോകാനൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മത്തിയുടെ സ്മെല്ലായാലും പോയി കിട്ടും കേട്ടോ.
ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റിങ് ഉണ്ടല്ലോ ഒന്ന് പുറമടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മെഴുകുതിരിയാണ്. അപ്പോൾ ആ റിങ്ങിനുള്ളിലേക്ക് ഞാൻ മെഴുകുതിരി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ മെഴുകുതിരി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ബണ്ടിലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും ഡിസോർഡർ ആവാതെ പെട്ടെന്ന് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിലായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി രണ്ടാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പേനയാണ്. കുറച്ചധികം പേന തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വലിയ ആ ഒരു റിങ്ങിലല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞ് പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് റൗണ്ടിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പുറം മറിച്ചതിന് ശേഷം ഇതിനുള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പുറം മറിച്ചോളണമെന്നൊന്നുമില്ല. പുറം മറിച്ച് കഴിഞ്ഞാൽ ഇത് പേസ്റ്റിൻ്റെ കവറാണെന്ന് ഒരു കാരണവശാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇനി ഇതിലേക്ക് ഓരോ പേനയും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടോ ഏകദേശം ഇതിൽ 5 പേനയോളം വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇത് ലൂസാണ് കേട്ടോ. അപ്പോൾ ഒരു പേന കൂടി ഞാൻ ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പേസ്റ്റിൻ്റെ ആ റിങ് ഉണ്ടല്ലോ ഒന്ന് മുകളിലോട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും നല്ലപോലെ ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ പേനയായാലും പെൻസിലായാലും ഒക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നും ഡിസോർഡർ ആവാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ അതേപോലെ ഒരു കുഞ്ഞ് റിങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്നത് പെൻസിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ പെൻസിലായിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പേനയായാലും പെൻസിലായാലും അതുപോലെ ബ്ലാക്ക് ഇങ്ക്, റെഡ് ഇങ്ക്, ബ്ലൂ ഇങ്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒന്നും അലമാരയിലൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഡിസോർഡർ ആവുകയില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇതേ രീതിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ചാർജർ വയർ കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഫോണിൻ്റെ ചാർജർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു റിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നമുക്ക് ചാർജർ കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു റിങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നോക്കി. അപ്പോൾ ഇതേപോലെ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയാതെ ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അവസാനമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കാണ് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ റിങ് ഉണ്ടല്ലോ അത് ഇതുപോലെ പുറം മറിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 4 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 4 എണ്ണം ഞാൻ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഓരോന്ന് ഇതേപോലെ പിടിച്ചിട്ടൊന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലവ് ചിഹ്നമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള 4 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തതും ഇതേപോലെ തന്നെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വശം നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അടിവശം ഇതുപോലെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ലവ് ഷേപ്പ് തന്നെ കിട്ടും. ഇങ്ങനെയുള്ള 4 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പറിൻ്റെ പീസാണ്. അപ്പോൾ ഞാനിത് നോട്ട്ബുക്കിലെ ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇറുക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേപ്പറിൻ്റെ എഡ്ജ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ലവ് ഷേപ്പിൽ എടുത്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഉണ്ടല്ലോ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു വശത്ത് നല്ലപോലെ ഫെവി ബോണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമതായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്കത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് പിടിച്ചാൽ മതി. അപ്പോൾ ഈ ഭാഗം എനിക്ക് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി 3-മത്തതും 4-മത്തതും ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിതാ 3-മത്തെ പീസ് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ ഒരു പീസും കൂടിയാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ 2 ഭാഗത്ത് അവസാനമായിട്ട് ചെയ്യുമ്പോൾ 2 സൈഡിലും ഇതേപോലെ ഫെവി ബോണ്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വശം നമുക്ക് നല്ലപോലെ തന്നെ ഒട്ടിക്കിട്ടും. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള പേപ്പറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നന്നായിട്ട് തന്നെ കടത്തി വിട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് നല്ലപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എനിക്ക് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലൊരു ഫ്ലവറായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ചെറിയൊരു വർക്ക് കൂടി ഉണ്ട്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബട്ടൺസാണ്. അപ്പോൾ റെഡ് കളറിലൊക്കെ ഉള്ള ബട്ടൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ വൈറ്റ് ആണുള്ളത്. അപ്പോൾ ഞാൻ വൈറ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാ ഇതളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബട്ടൺസും സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ലീഫൊക്കെ ഗ്രീൻ കളർ ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ ലീഫൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.